2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കനത്തമഴയിൽ മുണ്ടമ്പലി സാന്തോം കോളനി ലൈഫ് മിഷൻ പദ്ധതി ഭവനങ്ങൾ ചോർന്നൊലിച്ചു. കോടികൾ മുടക്കി നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ ദുരിതം പേറി താമസക്കാർ. മഴ കനത്തതോടെ മുണ്ടമ്പേലി സാന്തോം കോളനിയിലെ ലൈഫ് മിഷൻ പദ്ധതി ഭവനങ്ങൾ ചോർന്നൊലിക്കുന്നു. എറണാകുളത്തെ P&T കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച ലൈഫ് ഭവന പദ്ധതിയിലാണ് ഇപ്പോൾ താമസക്കാർക്ക് ദുരിതം വിധിച്ചിരിക്കുന്നത്. മുകൾ നില മുതൽ താഴെ നില വരെ ഓരോ ഫ്ളാറ്റും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. ഫ്ളാറ്റുകളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നാണ് താമസക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അതിന്റേതായ രീതിയിൽ ഒരു എന്ത് ടെക്നോളജി ഇട്ട് പണിതതാന്ന് പറഞ്ഞു. ഈ ടെക്നോളജി മുഴുവൻ വെള്ളം ചോർന്നതാണ്. ഈ ടെക്നോളജി മുഴുവനും എന്താ ടെക്നോളജി? അതെന്താ ടെക്നോളജി? ഓരോ വീടിന്റെ അകം കാണുന്നില്ല ഇത്രയും ടെക്നോളജി. വെള്ളം മുഴുവൻ 2 മണിക്കൂർ നിന്ന് പെയ്ത മഴയ്ക്കാണ് ഇത്ര ഇത് പെരക്കകത്ത് വെള്ളം. കുഞ്ഞുമക്കളെയും കൊണ്ട് കിടക്കണല്ലേ? അത്രയും ബോധമില്ലാത്തവരാണ്. ഇവരുടെ വീട് മാത്രം അറിഞ്ഞാൽ മതിയാ. എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇത്ര വയ്യാത്ത ആൾക്കാരോടല്ലേ? അതിനകത്തൊന്ന് കയറി നോക്കേട്ടാ. അത്രയും വയ്യാണ്ട് കിടക്കുന്ന ഒരു മനുഷ്യരാണ്. അവിടെ മുഴുവനും വീണ് ചേട്ടൻ മോളോട്ട് കാണിച്ചാൽ ഇപ്പൊ രാവിലെ പെയ്ത മഴയ്ക്ക് വീണേക്കുന്ന സംഭവമാണ്. അതുപോലെ പുറത്തോട്ട് ഒരു വെള്ളം പോണ എല്ലാം പെരക്കകത്ത്. ഇതിനും പേരെ ഞങ്ങൾ P&Tയുടെ അകത്ത് ഇറന്നാ പോരെ? എന്തിനായി കാണിച്ചുകൊണ്ടവര്? ഞാൻ ഇറങ്ങി വരാണ്ടിരുന്നതാണ്. എന്താ ഇതെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി വന്നാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് എന്റെ വീട് വന്ന് അന്നൊടങ്ങി ചോറിന് എന്റെ വീടിന്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മുറി ഉപയോഗിക്കാണ്ട് കൂട്ടിയിട്ടേക്കണ ഞങ്ങളിപ്പോ. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഭവന പദ്ധതിയിൽ പുനരധിവസിക്കപ്പെട്ടവർക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഏറെ നാണക്കേടാണ്. തങ്ങൾ P&T കോളനിയിലായിരുന്നെങ്കിൽ വെള്ളം കോരിക്കളയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നും ഇവർ പറയുന്നു. എന്നാൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആധുനിക സംവിധാനം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമായതിനാൽ അറ്റകുറ്റപ്പണികളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്താൻ കഴിയാത്ത സാഹചര്യവും താമസക്കാർക്കുണ്ട്. ചോർന്നൊലിക്കുന്നിടത്ത് അത് തടയുന്നതിനാവശ്യമായ യാതൊന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദുരിതാവസ്ഥയ്ക്ക് കാരണം. 4 മാസം പോലും ആയിട്ടില്ല ഞങ്ങളെ ഇവിടെ കൊണ്ടിട്ടിട്ട് പോയ പോക്ക ഒറ്റെണ്ണം വന്നിട്ട് ഇന്നലെ കുറെ ആൾക്കാർ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയി. ഇന്നത്തെ മുറികളിൽ പോലെ ഈ കുഞ്ഞുമക്കളെ കൊണ്ട് ഞങ്ങൾക്ക് കിടക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്താ ചെയ്യണം ഇനി? ഞങ്ങൾ താമസിക്കുന്ന കോളനി ആണെങ്കിൽ ഇത്തിരി വെള്ളം കയറുന്നേ ഉള്ളൂ. ഇത് ചുമരിന്നും കട്ടയൊക്കെ വന്ന് ഇടിഞ്ഞു വീണ് ഞങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യണേ? മതിലിന്റെ ഈ ചുമരിന്റെ മതിൽ വരെ ഇടിഞ്ഞു തുടങ്ങി അതിന്റെ അകത്ത്. പിന്നെ ഞങ്ങൾ ഈ കുഞ്ഞുമക്കളെ കൊണ്ട് എവിടെ പോയി രക്ഷപ്പെടും? ഞങ്ങൾ എവിടെ പോകണ്ടേ? ഞങ്ങൾക്ക് 1 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ വെള്ളത്തിൽ കിടക്കണോ? ഞങ്ങൾ ഈ നരകത്തിൽ കൊണ്ട് ഇടുവോ അവര്? ഒരു മനുഷ്യരാണ്. കണ്ണി ചോരയില്ല അവർക്ക്. അല്ല, അവര് കിടക്കുമ്പോ അവർക്ക് അതിന്റെ വിഷമം അറിയില്ല. ഈ പാവങ്ങളുടെ വിഷമം അവര് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെങ്കിലും നമുക്ക് എന്താന്ന് വെച്ചാൽ സഹായിക്കും. അല്ല, നിങ്ങളെങ്കിലും ദയവ് ചെയ്ത് ചാനലുകാരെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തും. പടമേടിച്ച് പന്തളത്ത് എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെയായി ഇവിടുത്തെ താമസക്കാരുടെ ജീവിതം. തൃശൂർ ജില്ലാ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു ഇതിന്റെ കരാർ ചുമതല. മുണ്ടമ്പേലിയിൽ GCD അനുവദിച്ച 70 സെന്റ് സ്ഥലത്താണ് ഭവനങ്ങൾ നിർമ്മിച്ചത്. ഇപ്പോൾ 75 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. തങ്ങളുടെ ദുരിതം മാറ്റുവാൻ ആവശ്യമായ നടപടി വേണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ആദ്യം മുതൽ പറയുന്ന മെഞ്ഞാന്ന് ഇവിടെ കുറെ GCD കോർപ്പറേഷനും കുറെ ആൾക്കാർ വന്നിട്ട് പോയി. അവര് വന്ന് ഇവിടെ മുഴുവനും കണ്ടത് അകവും പുറവും ഒക്കെ ചെളിന്ന് അവർക്ക് ഒരു നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ചെളിയാ, ഇത്രയും ചെളിയാണ്. അന്ന് അത്രയും കാര്യപ്രാപ്തിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇന്നലെ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇത്രയും വെള്ളം കയറിയിരുന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഇവിടെയുള്ള പിള്ളേര് ആ കിടന്ന നെറ്റിലും ഒക്കെ ആ പേരും മഴയത്ത് അവരാണ് അതെല്ലാം മാറിയിട്ടത്. എല്ലാം അവർക്ക് എന്തെങ്കിലും ഒരു ചൂടുണ്ടാ? GCDക്കാർക്കും കോർപ്പറേഷൻകാർക്കും ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവര് എന്തെങ്കിലും വരുമ്പോ ഇങ്ങനെ വന്ന് തിരിഞ്ഞു നോക്കും, അങ്ങ് പോകും. അത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പുറത്തു നിൽക്കാൻ പറ്റില്ല, അകത്തു നിൽക്കാൻ പറ്റില്ല. പുറത്ത് തീട്ടി വീഴുകയാണ് വെള്ളത്തിൽ, ഈ ചെളി ചവിട്ടി. എല്ലാരും സുഖമില്ലാത്ത ആൾക്കാർ. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ?
അതേസമയം റൂഫിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പറയുന്നത്. ഇതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് KJ മാക്സി MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.